ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അറബിക് ഡിഷാണ്. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് റൈസാണ് കേട്ടോ, മക്ലൂബ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ ബേ ലീഫ് അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ജസ്റ്റ് നമുക്കൊന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ സവാള കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ചിക്കനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് തോനെ ഒഴിച്ചു കൊടുക്കണം. ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് പാത്രം അടച്ച് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള വഴുതനങ്ങ ഒന്ന് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വഴുതനങ്ങ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതുപോലൊരു നേരിയതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് 1 ഉരുളൻകിഴങ്ങും വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. പിന്നെ നമുക്കതിലേക്ക് 1 സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യൂലേ, അതേ ഒരു കളറാകുമ്പോൾ നമുക്കതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അരി ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ആ അരിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നോക്കണം, നമ്മളെ വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇത് അപ്പത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം കളയരുത്. ഇതാണ് നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ചോറൊന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന പാനിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ചിക്കൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിപ്പി ഉണ്ടല്ലോ, നമ്മുടെ വെള്ളക്കടല, അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്കാണ് നമ്മളെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് പാത്രം അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇതുപോലെ അരിയും വെള്ളം കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം അടച്ച് ചെറിയ തീയിൽ 1/2 മണിക്കൂർ നമുക്കിതിനെ ദം ചെയ്തെടുക്കണം. ചെറിയ തീയിൽ 1/2 മണിക്കൂർ വെക്കണം കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം തീ ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് ഇങ്ങനെ ഡീമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതാ മാഷാഅല്ലാ നമ്മുടെ അരിയും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആ വെള്ളമൊക്കെ കാണുമ്പോൾ തോന്നും ചോറ് മുകളിലൊന്നും വേവൂലേ എന്നുള്ളത്. പക്ഷേ ചോറൊക്കെ നന്നായിട്ട് നല്ല പാകത്തിനായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
പിന്നെ നമ്മളെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ സെൻഡ് ചെയ്ത് തരും വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.